രമേശൻ രാവിലെ ഇങ്ങ് എത്തിയല്ലേ? വാ ഇരിക്കും. താങ്ക് യു. ഞാനിരിക്കുന്നത് വീട്ടിലല്ല, കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിൽ. പിന്നൊരു കാര്യം. എന്താ? ആ പത്മകുമാര് അവൻ ആള് പെട്ടതാ. രമേശൻ ഈ വീടിനകത്ത് കേറിയ കാലി വെട്ടിക്കളയെന്ന് പറഞ്ഞു. അവനോ? ആ പത്മകുമാറോ? എങ്കിൽ അതെനിക്കൊന്ന് കാണണം. അവൻ എന്റെ കാല് വെട്ടുമായിരിക്കും, പക്ഷേ അവന്റെ കൊടല് ഞാൻ എടുക്കും. കൊടല്. ഞങ്ങളുടെ നാട്ടിലെ പെൺകുട്ടികളെ ശല്യപ്പെടുത്തല്ലോ. അതേടാ, നീ എന്റെ കാല് വെട്ടുന്നല്ലേ പറഞ്ഞു. അത് തന്നെ എനിക്കും പറയാളൂ. കുട്ടി ഒന്ന് മാറിയുന്നേ. വെട്ടണ കാലിനെ. വെട്ടണ കാലിനെ. പാടില്ല, മനസ്സിലായ? നീ ഇവിടെ ഇനി തള്ളിയിട്ടേ താഴെ. നിന്നെ ഞാൻ ശല്യപ്പെടുത്തുന്നത്. അയ്യോ ആ, തല്ലെന്ന് പറയുന്ന ഒരു കലയാണ്. അതൊരു ഹരമാണ്. നേർക്ക് നേരെ നിന്ന് തല്ലരുത്. പ്രത്യേകിച്ച് രമേശനെ പോലുള്ള ഒരു തടിയനെ. ആദ്യമേ തന്നെ കൈ പിടിക്കും. അയ്യോ, പോട്ട് പോട്ട് പോട്ട്. അയ്യോ, ഒരാവേശം കയറി പോയതാ. വാ. എനിക്കും ആവശ്യം കയറിട്ടാ ഇങ്ങനെയൊക്കെ ആയത്. നീ ജയിച്ചെന്ന് കരുതണ്ട. ഈ മുറിവൊന്ന് കരുതോട്ട്. ഞാൻ അക്കാര്യം പത്മകുമാരോട് പറഞ്ഞോണ്ട് വരികയായിരുന്നു. ഒരിക്കലും കേറി അടിക്കരുത്. ആദ്യം നിങ്ങളൊരാൾ മറ്റൊരാളിനെ ഇങ്ങനെ കുട്ടി. രമേശനോ? എന്റെ സ്റ്റണ്ട് കണ്ട് പേടിച്ചു പോയല്ലേ? സ്റ്റണ്ടിൽ ഞാൻ കാലിലാണ്. എന്റെ വട്ടപ്പേര് എന്റെ സ്റ്റണ്ട് രമേശൻ എന്ന. പക്ഷേ കൂടുതൽ തന്നെ രമേശനാണല്ലോ കിട്ടിയത്. തോന്നിയല്ലേ? അതാണ് സ്റ്റണ്ടിന്റെ മിടുക്ക്. കണ്ടു നിൽക്കുന്നവർക്ക് തോന്നും കിട്ടുന്നതല്ല എനിക്കാണെന്ന്. എന്റെ മുഖത്തിട്ടൊന്ന് കിട്ടിയെന്ന് തോന്നിയല്ലേ? ഒന്നില്ല, 4-5 കിട്ടിയെന്ന് തോന്നി. തോന്നും. അത് തോന്നണം, തോന്നിക്കണം. അങ്ങനെ തോന്നിക്കുന്നിടത്താണ് സ്റ്റണ്ടിന്റെ കലാത്മകത ഉച്ചസ്ഥായിലെത്തുന്നത്. കാണുന്നവരുടെ സഹതാപം കിട്ടാൻ വേണ്ടി സ്റ്റണ്ട് മാസ്റ്ററുടെ ടെക്നിക്കാണിത്. കൈകളുടെ ദ്രുതചലനം. ആ ചലനത്തിലൂടെ നമ്മൾ അവരെ ഇടിക്കുന്ന ഇടി അവർ നമ്മളെ ഇടിക്കുന്നത് പോലെ തോന്നും. ഒരു പുകമറ, ഒരു മായ കാഴ്ച. ഇവിടുത്തെ ഈ മുറിവ് അതും തോന്നല സഹതാപം കിട്ടാൻ വേണ്ടിട്ട്. കറക്റ്റ്. നമ്മൾ എത്ര തല്ലുവീരനായാലും അതിൽ അഹങ്കരിക്കാൻ പാടില്ല. ഒരു എളുമ കാണിക്കണം. അതിന്റെ അടയാളമായി ഒട്ടിച്ചതായത്. അതുമല്ല, ഈ തല്ലിന്റെ ഖേദു ഈ ഞാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണല്ലോ. ആ കുട്ടിക്ക് വേണ്ടി എന്റെ ദേഹത്തൊരു മുറിവുണ്ടാക്കുക. ആ മുറിവ് വേദനയല്ല, സുഖകരമായൊരു നീറ്റല ഉണ്ടാക്കുക. സുഖകരമായൊരു നീറ്റൽ. ഞാനും കൂടെ ബസ് സ്റ്റോപ്പിൽ വരട്ടെ? അയ്യോ, ഈ മുറിവും കൊണ്ട് കൂടെ വരാനോ? കഷ്ടമല്ലേ? മുറിവൊക്കെ ഒന്ന് ഉണങ്ങട്ടെ, കയ്യിൽ നേരെ ആവട്ടെ, എന്നിട്ട് ഒരുമിച്ച് പോകാം. സീ യു ഈവനിങ്. ഓക്കെ, ബൈ ബൈ. അമ്മ 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 അമ്മ.